ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഹെഡ് പിൻ എന്താണെന്നും ഒക്കെ ഉള്ളത് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതാണ് ഹെഡ് പിന്ന്. അപ്പൊ ഈ ഒരു ഹെഡ് പിൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ഹെഡ് പിൻ. കണ്ടോ, ഇതിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഇതുണ്ടോ, ഇങ്ങനെ വരുന്നതാണ് ഹെഡ് പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് നമ്മള് കമ്മൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മാല ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മള് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഹെഡ് പിൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇയറിംഗ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് വേണ്ട ഐറ്റംസ് ഒന്ന് ഇതുപോലത്തെ ഹെഡ് പിന്നാണ് വേണ്ടത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഹാങ്ങിങ് ആണ് നമുക്ക് വേണ്ടത്. കണ്ടോ, അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ ഇതുപോലത്തെ ഒരു ഹെഡ് പിൻ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഹെഡ് പിൻ എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ബീഡ്സ് വെച്ചിട്ട് നമുക്കൊരു ഹെയർ ബാൻഡ് ഇയറിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഫസ്റ്റ് കാണിക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്രിസ്റ്റലിന്റെ ഒരു ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഇട്ടു. കണ്ടോ, ഇത് ഹെഡ് പിൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ബീഡ്സ് ഇട്ടാലും പുറത്തോട്ട് പോകത്തില്ല. കണ്ടോ, അപ്പൊ ഇതുപോലെ ഒരു ക്രിസ്റ്റലിന്റെ ബീഡ്സ് ഇട്ടു. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ സ്പേസർ, കണ്ടോ, ഈ ഒരു സാധനം നെക്സ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഫസ്റ്റ് നമ്മൾ ക്രിസ്റ്റലിന്റെ ബീഡ്സ് ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്പേസർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആ ഒരു ക്രിസ്റ്റലിന്റെ ഒരു ബീഡ്സും കൂടെ സെയിം കളർ തന്നെ, വേറെ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ സെയിം കളർ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ ഒരു രണ്ട് ക്രിസ്റ്റലിന്റെ ബീഡ്സും അതിന്റെ നടുവിലായിട്ട് നമ്മൾ സ്പേസറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ ഹെഡ് പിന്ന് ഈ ഒരു വിരലും കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് നമ്മൾ ഈ ഒരു ബീഡ്സിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുക. അതിനുശേഷം ഇതുപോലത്തെ പ്ലെയറും കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു സൈഡിലോട്ട് ഇങ്ങനെ വളയ്ക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ടെടുക്കുക. കണ്ടോ, അപ്പൊ ഇതുപോലത്തെ ഇത്രയും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കമ്മലിന്റെ. അപ്പൊ അതിനുശേഷം ഈ ഒരു ഹാങ്ങിങ് എടുക്കുക. കണ്ടോ, ഹാങ്ങിങ്ങിന്റെ ഈ ഒരു ഭാഗം പ്ലെയറും കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മടക്കി വെച്ചിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. കണ്ടോ, ഈസി ആയിട്ട് നമുക്കൊരു കമ്മല് റെഡിയാക്കി എടുത്തു. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ കമ്മല് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇവിടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്നൊരു കമ്മല് മേക്ക് ചെയ്യാം. അപ്പം ഇതുപോലെ കമ്മല് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോ ബീഡ്സ് ആണെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ കമ്മല് മേക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെഡ് പിന്ന് നമുക്ക് ഒരു നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെഡ് പിൻ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇതിന്റെ വില 10 ഗ്രാമിന് 20 രൂപ മാത്രമാണ്.
അപ്പൊ നമ്മൾ ഈ ഒരു ഈ ഇത് കാണിച്ച പോലെ തന്നെ അതേ മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഈ ഒരു ഗ്ലാസിന്റെ ഫ്ലവർ ബീഡ് വെച്ചിട്ട് നമ്മളൊരു കമ്മൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പം മനസ്സിലാകാത്തവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഹെഡ് പിന്നില് നമ്മൾ ആ ഒരു ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഹോളിന് കുറച്ച് നല്ല വലിപ്പം ഉള്ളത് കൊണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു ഗോൾഡന്റെ ഒരു ബീഡ് ഇട്ട് കൊടുക്കാം. കണ്ട, ഇതുപോലത്തെ ഒരു ഗോൾഡന്റെ ബീഡ് ഫസ്റ്റ് ഈ ഒരു ഹെഡ് പിന്നിന്റെ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡിന്റെ ഹോളിന് നല്ല ഇത് നല്ല വലിപ്പമുള്ളതുകൊണ്ട് ഹെഡ് പിന്നിന് അത്രയും വരുന്നില്ല, അതിൽ നിന്ന് ചെറുതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കേട്ടോ ഇതുപോലെ ഊരി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഗോൾഡന്റെ ബീഡ് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കാം. കണ്ട, അപ്പൊ നമ്മള് ഇങ്ങനെ ഊരി പോരത്തൊന്നുമില്ല, കണ്ട ജാമായിട്ടിരുന്നോളും. അപ്പൊ അതിന് ശേഷം പറഞ്ഞ പോലെ തന്നെ കയ്യിൽ പോയി അപ്പൊ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വളച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹാങ്ങിങ് എടുത്തിട്ട് ഇതിട്ട് കൊടുക്കാം. അപ്പൊ ഈസിയാണ്. ഇതുപോലത്തെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കമ്മലൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഗ്ലാസ് ബീഡ്സ് ഫ്ലവർ ബീഡ്സ് കൊണ്ട് ഇതുപോലത്തെ കമ്മൽ മേക്ക് ചെയ്ത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് കണ്ടോ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കമ്മലൊക്കെ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഹെഡ് പിന്നും ഇതുപോലെ ഹാങ്ങിങ്ങും ഉണ്ടെങ്കിൽ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കമ്മലൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഹെഡ് പിൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ഹെഡ് പിന് ആവശ്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.